ഹേ ഓൾ അപ്പോൾ ഇന്ന് ഞാനൊരു നമ്മുടെ മോളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 2 കമൻറ്റ്സ് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓവർ എക്സ്പ്രഷൻ ഇടുകയാണ് എന്നൊക്കെ ഒരു നെഗറ്റീവ് 2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളാണ് അവർ, അത് ഒരിക്കലും ഒരു ഓവർ എക്സ്പ്രഷൻ അല്ല. ഇപ്പം നമ്മൾ തന്നെ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പല സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അത് വരുന്ന ഡേറ്റ് നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. നമുക്ക് ആ വരുന്ന സാധനം കൈ കിട്ടുന്നിടം വരെ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അതേ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് കുട്ടികൾക്കും ഉണ്ടാകുന്നത്. കാരണം ഇപ്പം അവൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് സാധാരണ നമുക്ക് മെസ്സേജിൽ കാണും ഇന്ന ഡേറ്റിൽ വരുമെന്നൊക്കെ. ഇത് ഒരു മെസ്സേജും കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ ഒരു 7 ദിവസത്തിന് ശേഷമാണ് പ്രോഡക്റ്റ് കൈ കിട്ടിയത്. അപ്പം നമ്മൾ മെയിലിലും ഒന്നും വന്നില്ല, വാട്സപ്പിലോ കാര്യങ്ങളോ ഇന്ന ഡേറ്റിൽ വരുമെന്നോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവള് വിചാരിച്ചു ഇത് പ്രോഡക്റ്റ് ക്യാൻസലായി പോയി കാണും, അതായിരിക്കും ഒന്നും വരാത്തത്. ഞാൻ എന്നിട്ട് അവിടെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പ്രോഡക്റ്റ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊരു കോൺടാക്റ്റോ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഒരു 8 ദിവസത്തിന് ശേഷമാണ് DTDC നിന്ന് വിളിക്കുന്നത്, പ്രോഡക്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. DTDC നിന്ന് വിളിച്ച് ആ സെക്കൻഡ് തൊട്ട് മോള് കത്രിക എടുത്ത് വെച്ച് ഇങ്ങനെ വീട്ടിൽ റെഡിയായി നിൽക്കുക. സാധനം വീട്ടിലോട്ട് കൊണ്ടുവരുന്നിടം വരെ അവൾക്ക് കാക്കാനുള്ള ഒരു ഇതിൽ അത്രയ്ക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റഡ് ആയിട്ട് കയ്യിൽ കത്രിക എടുത്ത് വെച്ച് കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതിലിരിക്കുകയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എടുത്ത ഒരു വീഡിയോ, എന്നിട്ട് പോലും വീട്ടിൽ വരാൻ ലേറ്റായപ്പോൾ ഞങ്ങൾ അവിടെ പോയി എടുത്തു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ശരിക്കും അതൊരു നാച്ചുറലി വന്നൊരു എക്സ്പ്രഷനാണ്, അല്ലാതെ ഒരിക്കലും അത് ഓവർ എക്സ്പ്രഷനോ കാര്യങ്ങളോ ആക്കാനോ വേണ്ടിയിട്ട് ഇട്ടതല്ല. അത് കുറേ നാൾ കൊണ്ട് ഡ്രീം ചെയ്ത്, കുറേ നാൾ കൊണ്ട് അത് വേണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറേ നാൾക്ക് ശേഷമാണ് ഞാനത് വാങ്ങി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും മാത്രമാണ് കാണിച്ചത്. അതിപ്പം ഈ 2 പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഞാനതൊന്ന് എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് 1-2 സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും കുട്ടികളാണ്, അവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ അവർക്കും അറിയാം എന്നുള്ള രീതിയിൽ അവരും 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കലും ഒരു ഓവർ എക്സ്പ്രഷൻ ഇട്ടതല്ല. നമ്മളാണെങ്കിൽ പോലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ആഗ്രഹിച്ച് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതേ ഒരു ഹാപ്പിനെസ് തന്നെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ്.